കഥയെ ആരംഭിക്കുന്നത് ജെറി മിച്ചൽ എന്ന പേരുള്ള ഒരു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജെറി മിച്ചൽ തന്റെ പാരന്റ്സിനും സഹോദരിക്കുമൊപ്പമായിരുന്നു ജീവിച്ചിരുന്നത്. പാരന്റ്സ് ഇപ്പോൾ ഒരു വെക്കേഷന് പോയിരിക്കുകയാണ്. വീട്ടിൽ സഹോദരിയും ജെറിയും മാത്രമേയുള്ളൂ. അന്ന് പതിവ് പോലൊരു സ്കൂൾ ദിവസമായിരുന്നു. ജെറിക്ക് സ്കൂളിലേക്ക് പോകണം. പക്ഷെ അബദ്ധത്തിൽ അവൻ കുറച്ചധികം കിടന്നുറങ്ങിപ്പോയി. സഹോദരി വന്ന് വിളിച്ചപ്പോഴായിരുന്നു അവൻ തിടുക്കത്തിൽ എഴുന്നേറ്റത്. വേഗത്തിൽ റെഡിയായി പുറപ്പെടാൻ അവനൊരു ശ്രമം നടത്തി. അപ്പോഴാണ് ഉടുപ്പുണങ്ങിയിട്ടില്ലാത്തത് കണ്ടത്. പിന്നെ മറ്റു വഴിയില്ലല്ലോ. ആലോചിച്ചപ്പോൾ ഒന്നേ മുമ്പിലുള്ളൂ. മൈക്രോവേവിന്റെ ഉള്ളിൽ വെച്ച് അവൻ ഡ്രസ്സുകൾ ഉണക്കിയെടുത്തു. പക്ഷേ എന്തൊക്കെ ചെയ്താലും ലേറ്റ് ആവാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആവുക തന്നെ ചെയ്യും. പുറത്തിറങ്ങിയപ്പോ കാറിന്റെ ടയർ പഞ്ചറായിട്ടിരിക്കുന്നു. പിന്നെ മറ്റു വഴികളില്ല. അമ്മയുടെ കാറെടുത്ത് സഹോദരിയെയും കൂട്ടിക്കൊണ്ട് ജെറി സ്കൂളിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് തന്റെ ട്രാൻസ്ജെൻഡർ സുഹൃത്ത് ഫ്രാനിയെയും അവൻ തന്റെ കൂടെ കൂട്ടി. വീണ്ടും അവർ യാത്ര തുടരുകയാണ്. ഫ്രാനിക്ക് അവന്റെ മേൽ ഒരു വൺ സൈഡ് പ്രണയമൊക്കെയുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് തങ്ങൾക്ക് പാരലായി കാറിൽ വരുന്ന സ്വർണ്ണമുടിക്കാരിയായ ഒരു പെൺകുട്ടിയെ അവൻ കണ്ടു. കണ്ട മാത്രയിൽ അവൻ അവളോടൊരു താല്പര്യം തോന്നി. അവളെ നോക്കി അവൻ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഫ്രണ്ടിൽ സിഗ്നൽ വരുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. സഹോദരി വിളിച്ചു പറഞ്ഞപ്പോഴായിരുന്നു ഞെട്ടലോടെ അവൻ അത് ശ്രദ്ധിച്ചത്. വണ്ടി അപകടത്തിൽപ്പെടാതെ പാളിപ്പോയത് ഒരു തരത്തിൽ പിടിച്ചു നിർത്താൻ അവന് പറ്റി. എന്തായാലും അന്ന് ആ സംഭവങ്ങൾക്കൊക്കെ ശേഷം അവൻ സ്കൂളിലേക്ക് എത്തിച്ചേരുകയാണ്. സ്കൂളിലെത്തിയപ്പോ കുട്ടികളൊക്കെ സംസാരിക്കുന്നത് പുതുതായി അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി എത്തിയ ഒരു സൈക്കോപാത്തിക് സ്റ്റുഡന്റിനെ പറ്റിയായിരുന്നു. ഒരു കണ്ടിന്യൂവേഷൻ ഹൈസ്കൂളിൽ നിന്ന് അവൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതാണ്. ബഡ്ഡി റെവൽ എന്നാണ് അവന്റെ പേര്. അവന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ചാൽ അവൻ അവരെ ക്രൂരമായി മർദ്ദിക്കുമത്രേ. ഇതിനു മുമ്പ് പഠിച്ച സ്കൂളുകളിലൊക്കെ അത്തരത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കി അവനൊരു കണ്ടിന്യൂവേഷൻ സ്കൂൾ, അതായത് പ്രശ്നക്കാരായ പയ്യന്മാർ പഠിക്കുന്ന സ്കൂളിലേക്ക് പോയിരുന്നു. അവിടെ നിന്നിപ്പോൾ ട്രാൻസ്ഫർ ആയി അവരുടെ സ്കൂളിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ജെറി സ്കൂൾ സ്റ്റോറിൽ കൂടി വർക്ക് ചെയ്തിരുന്നു. ഒരു അധ്യാപകനായിരുന്നു അത് നടത്തിയിരുന്നത്. അധികം വൈകാതെ അവരൊക്കെ കാത്തിരുന്ന ആ പയ്യൻ സ്കൂളിലേക്ക് എത്തി. എല്ലാവരും ഭയത്തോടെ പറഞ്ഞിരുന്ന ബഡ്ഡി റെവൽ എന്ന പയ്യൻ. ജെറിയും അവനെ നോക്കിക്കണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ സ്റ്റോറിലേക്ക് അവൻ നേരത്തെ കണ്ട സ്വർണ്ണമുടിക്കാരി പെൺകുട്ടി സുഹൃത്തുക്കളുമായി വന്നു. കാരൻ എന്നായിരുന്നു അവളുടെ പേര്. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ്. അവളെ കണ്ടതും ജെറിക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റാതായി. പോരാത്തതിന് ക്യാഷ് രജിസ്റ്റർ ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നില്ല. എന്തായാലും ഒരു തരത്തിൽ കാരന് മുമ്പിൽ നാണം കെടാതെ അവൻ സംഭവങ്ങളൊക്കെ ഒതുക്കി അവരെ പറഞ്ഞയച്ചു. അധികം വൈകാതെ സ്കൂൾ ന്യൂസ് പേപ്പറിന്റെ ഭാഗമായ ജേർണലിസം ക്ലാസ്സിൽ ജെറിയും മറ്റുള്ളവരും ഇരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് അവരുടെ ടീച്ചർ എത്തിയത്. സ്കൂൾ ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർ വിൻസെന്റ് ജെറിയുടെ കൂട്ടുകാരനാണ്. ജേർണലിസം ടീച്ചർ എല്ലാവരോടുമായി പറഞ്ഞു, പുതുതായി നമ്മുടെ സ്കൂളിലെത്തിയ ആ പയ്യനുണ്ടല്ലോ ബഡ്ഡി, അവനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ നമ്മളുടെ സ്കൂൾ ന്യൂസ് പേപ്പറിൽ എഴുതണം. നിങ്ങളിൽ ആരാണ് അതിന് തയ്യാറാവുന്നത്? എല്ലാവരും പേടിയോടെ നിൽക്കുകയായിരുന്നു. ടീച്ചർ തന്നെ എല്ലാവരുടെയും പേരിൽ എഴുതിയ ലിസ്റ്റിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുത്തു. അത് ജെറിയായിരുന്നു. കേട്ട മാത്രയിൽ ജെറിയുടെ വയറ്റിൽ ഒരു ആന്തലുണ്ടായി. അവൻ മൂത്രമൊഴിക്കാൻ നേരെ റെസ്റ്റ് റൂമിലേക്ക് പോയി. അവിടെ എത്തി അവൻ മൂത്രമൊഴിച്ചു നിൽക്കുമ്പോ തൊട്ടടുത്തത് ബഡ്ഡി വന്നിരിക്കുന്നു. കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തരുതല്ലോ. ജെറി ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ച് ബഡ്ഡിക്കടുത്ത ആർട്ടിക്കിളിന്റെ കാര്യം പറഞ്ഞ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ബഡ്ഡിക്ക് പക്ഷേ അതത്രയ്ക്ക് അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒരു നാർക്കോട്ടിക്സ് ഓഫീസറെ പോലെ അവൻ തന്നെ ചോദ്യം ചെയ്യുകയാണല്ലോ എന്ന ഭാവമായിരുന്നു ബഡ്ഡിക്ക്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കണ്ടതും ഒക്കെ മറന്നേക്കാനും താൻ ആർട്ടിക്കിളിന്റെ കാര്യം സംസാരിച്ചതായി വിട്ടേക്കാനും പറഞ്ഞ് ഒരു സ്നേഹഭാവത്തിൽ ജെറി ബഡ്ഡിയുടെ തോളിലൊന്ന് തട്ടി. എല്ലാവരും മുമ്പേ പറഞ്ഞിരുന്നതാണല്ലോ ബഡ്ഡിയുടെ ദേഹത്ത് തൊടുന്നത് അവന് ഭ്രാന്ത് പിടിപ്പിക്കുന്ന കാര്യമാണ്. അവനെന്തോ ടച്ച് ഫോബിയും ഉണ്ട്. തന്റെ ദേഹത്ത് ജെറി തൊട്ടതും ബഡ്ഡി അവനെ ആക്രമിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് തന്നെ ഭിത്തിയോട് ചേർത്തു പിടിച്ചു. നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട്, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് സ്കൂൾ പാർക്കിംഗ് ലോട്ടിലേക്ക് നീ വരണം. അവിടെ വെച്ച് നമുക്ക് ഏറ്റുമുട്ടാം, ഒരു ഫൈറ്റ് തന്നെ നടത്താം എന്ന മട്ടിൽ ബഡ്ഡി വെല്ലുവിളിച്ചു. ജെറിയാണെങ്കിൽ ആകെ ഭയന്നു പോയിരുന്നു. പോരാത്തതിന് അങ്ങോട്ടേക്കെത്തിയൊരു പയ്യൻ ഇതൊക്കെ കേൾക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ബഡ്ഡി ഒരു കാര്യം കൂടി പറഞ്ഞു, സ്കൂളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാലോ പ്രിൻസിപ്പലിനോ പോലീസിനോ റിപ്പോർട്ട് ചെയ്താലോ അതിന്റെ ഭവിഷ്യത്ത് അധികമായിരിക്കും. പിന്നെ പറയണ്ടല്ലോ, സംഗതി സ്കൂൾ മുഴുവൻ ഞൊടിയിടയിൽ പാട്ടായി. വിവരമറിഞ്ഞ വിൻസെന്റ് ട്രാൻസ്ജെൻഡർ ഫാനിയും അവന്റെ അടുത്തെത്തി. ഫൈറ്റ് ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് തോന്നുന്ന പലതരം സ്ട്രാറ്റജീസ് അവനോട് പറയാൻ തുടങ്ങി. ജെറിയാണെങ്കിൽ ആകെ ഭയന്നിരിക്കുകയാണ്. ബഡ്ഡിയോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാം എന്നായിരുന്നു അവൻ കരുതിയിരുന്നത്. പക്ഷെ ബഡ്ഡി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 3 മണിവരെ തന്നെ വന്ന് കണ്ടുപോകരുതെന്ന്. വൈകാതെ സ്കൂൾ എവി റൂമിലെ ഫിലിം മേക്കേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന 2 പേർ ജെറിയെ
ജെറിയെ വന്നു കണ്ടു. അവർക്ക് നടക്കാൻ പോകുന്ന ഫൈറ്റ് ഡോക്യുമെന്ററി പോലെ ഷൂട്ട് ചെയ്തെടുക്കണമത്രേ. ഇതേ സമയം കാരൻ ആകട്ടെ ഫൈറ്റിന്റെ വിവരമൊക്കെ അറിഞ്ഞ് ജെറിയോടൊരു താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. ഒന്നില്ലെങ്കിലും വലിയ സ്കൂൾ ബുള്ളിയോടാണല്ലോ ജെറി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. എവി റൂമിലെ വീഡിയോ ദൃശ്യങ്ങൾ ജെറി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് ജീവികൾ ഫൈറ്റ് ചെയ്യുന്നു. വലിയ ജീവി ചെറിയ ജീവിയെ കൊല്ലുന്നു. അത് കണ്ടതും ജെറി ഒന്നുകൂടെ പേടിച്ചു. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ലോക്കറിന്റെ ഭാഗത്ത് വിൻസെന്റ് നിൽക്കുന്നത് ജെറി നോക്കിക്കാണുന്നത്. അവൻ അടുത്തേക്ക് ജെറി ചെന്നു. ജെറിയാകട്ടെ ഒരു മടക്ക് കത്തി ബഡ്ഡിയുടെ ലോക്കറിൽ വെക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഒരു തരത്തിൽ അവൻ കത്തി ലോക്കറിൽ വെച്ച് അടച്ചു. അപ്പോഴാണ് ജെറി പറയുന്നത്, ബഡ്ഡി എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കത്തിവെച്ചതാരാണ് എന്ന് മനസ്സിലാക്കും. പിന്നെ നമ്മുടെ കാര്യം പോക്കാണ്. അതോടെ പേടിച്ച് വിൻസെന്റ് കത്തി തിരിച്ചെടുക്കാൻ നോക്കിയെങ്കിലും ലോക്കർ കീ അവൻ മറന്നുപോയിരുന്നു. അതോടെ കത്തി ബഡ്ഡിയുടെ ലോക്കറിന്റെ ഉള്ളിലായി. ടീച്ചറിന് അതിനോടകം ജെറിയുടെ പേരിൽ വിൻസെന്റ് ഒരു കത്തെഴുതിയിരുന്നു. ബഡ്ഡിയുടെ ലോക്കറിൽ കത്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. ഇനിയിപ്പോൾ ആ കത്ത് എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണം എന്നതായി വിൻസെന്റിന്റെ ശ്രദ്ധ. ജെറിയാണെങ്കിൽ ആകെ ഇറങ്ങി നടക്കുകയാണ്. ജിമ്മിൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അത് കാണാൻ അവൻ പോയി. അപ്പോഴതാ ബഡ്ഡി അങ്ങോട്ടേക്ക് വന്ന് അവനെ നോക്കുന്നു. പേടിച്ചവൻ അവിടെ നിന്നും നേരെ ടോയ്ലറ്റിലേക്ക് ചെന്നു. ഈ സമയം അവന്റെ പുറകെ വന്ന ആരൊക്കെയോ അവിടെ ഡോറിൽ തട്ടുന്നുണ്ടായിരുന്നു. ബഡ്ഡിയാകുമോ എന്നവൻ ആദ്യം ഭയന്നു. ഒടുവിൽ ഡോർ തുറന്നപ്പോ ഡോക്യുമെന്ററി പിടിക്കുന്ന പയ്യന്മാർ ക്യാമറയും എടുത്ത് ഷൂട്ട് ചെയ്യാനെത്തിയിരിക്കുന്നു. ജെറിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആകെ ഭയന്ന് ജെറി സ്കൂളിൽ നിന്ന് മുങ്ങുവാൻ തീരുമാനിച്ചു. അവൻ നേരെ തന്റെ കാറിലേക്ക് എത്തി. ഡോർ തുറന്ന് അകത്ത് കയറിയപ്പോ സ്റ്റിയറിംഗ് വീലിൽ അവർ ബഡ്ഡിയുടെ ലോക്കറിൽ വെച്ച് കത്തി കുത്തിവെച്ചിരിക്കുന്നു. കൂട്ടത്തിൽ ഒരു നോട്ടുമുണ്ട്, രക്ഷപ്പെടാൻ നിനക്ക് പറ്റില്ല. കൃത്യം 3 മണിക്ക് ബെല്ല് റിങ് ചെയ്യും. ജെറി വീണ്ടും ഭയന്നു. കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോ സ്റ്റാർട്ടാവുന്നില്ല. അതിന്റെ കേബിൾ ബഡ്ഡി കട്ട് ചെയ്തിട്ടിരുന്നു. പിന്നാലെ സ്കൂളിൽ നിന്ന് നടന്നു പുറത്തു ചാടാനുള്ള ശ്രമം ജെറി ആരംഭിച്ചു. അപ്പോഴാണ് സ്കൂളിലെ സെക്യൂരിറ്റി ഗാർഡ് ഡ്യൂക്ക് അങ്ങോട്ടേക്ക് വന്നത്. ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു ചാടാനാണ് അവൻ നോക്കുന്നത് എന്ന് കണ്ട് ഡ്യൂക്ക് അവനെ പിടികൂടി. പോരാത്തതിന് അവന്റെ കയ്യിൽ നിന്ന് മടക്ക് കത്തി കൂടി കണ്ടെടുത്തു. പിന്നെ പറയണ്ടല്ലോ, ഡിസിപ്ലിനറി ഡീനായ ഡോളിൻസ്കിയുടെ അടുത്തേക്ക് അവൻ എത്തിക്കപ്പെടുകയാണ്. ഡോളിൻസ്കി അവനോട് കാര്യങ്ങൾ ചോദിച്ചു. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി അവൻ പറഞ്ഞു. അത് കേട്ട ഡോളിൻസ്കി ആകട്ടെ സ്കൂൾ കട്ട് ചെയ്ത് പുറത്തു ചാടാൻ ഓരോ കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാരണങ്ങളിൽ ഏറ്റവും റബ്ബിഷായ ഒരു കാരണമാ നീ ദേ ഇപ്പൊ പറഞ്ഞത്. തൊട്ടു പിന്നാലെ ഒരു ടീച്ചർ വിൻസെന്റ് ജെറിയുടെ പേരിൽ എഴുതിയ മടക്ക് കത്തിയുടെ കാര്യം വെച്ചുള്ള ആ കത്തുണ്ടല്ലോ, അതുമായി ഡീനിന്റെ മുറിയിലേക്ക് വന്നു. ഡീൻ അത് വാങ്ങി നോക്കി. മടക്ക് കത്തിയുടെ കാര്യം ജെറി പറയുന്നു. ആ കത്തി ജെറിയിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. മൊത്തത്തിലൊരു പന്തികേട്. എല്ലാം ബഡ്ഡിയുടെ മേൽ ആരോപണവും. അതോടെ ഡീൻ ഒരുപാട് സംശയങ്ങൾ തോന്നി. നീ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞ് ഡീൻ അവനെ പറഞ്ഞയച്ചു. കാര്യങ്ങള് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഈ സമയമാണ് അക്കൗണ്ടിംഗ് ക്ലബ്ബിലെ ഒരു പയ്യൻ ജെറിയെ കാണാൻ അങ്ങോട്ടേക്ക് വരുന്നത്. വരാനിരിക്കുന്ന ഫൈറ്റിന്റെ പേരിൽ അവര് ബെറ്റ് സംഘടിപ്പിക്കാൻ പോകുന്നു അത്രേ. ബഡ്ഡിക്ക് മുമ്പിൽ ജെറി എത്ര മിനിറ്റ് പിടിച്ചു നിൽക്കും, ജെറിയുടെ ശരീരത്തിൽ എത്ര സ്റ്റിച്ചുകൾ വരും എന്നതൊക്കെയാണത്രേ ബെറ്റിന്റെ കാരണങ്ങൾ. കാര്യങ്ങൾ മൊത്തത്തിൽ പ്രശ്നമാവുമെന്ന് കണ്ടതും വിൻസെന്റ് അടുത്ത നടപടി ആലോചിച്ചു. സ്കൂളിലെ ഫയർ അലാം മുഴക്കുക. അതോടെ പ്രശ്നമാണെന്ന് കണ്ട് കുട്ടികളെയൊക്കെ വിട്ടാലോ? വിൻസെന്റ് അപ്രകാരം ചെയ്തു. അതോടെ കുട്ടികളെയൊക്കെ പരേഡ് പോയിന്റിലേക്ക് കൊണ്ടുവരപ്പെട്ടു. എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ജെറിക്ക് അറിയാമായിരുന്നു. കുട്ടികളൊക്കെ പരേഡ് ഗ്രൗണ്ടിൽ എത്തിയപ്പോ ജെറി പോയി സ്കൂളിലെ അപ്പോഴുള്ള ഏറ്റവും വലിയ ബുള്ളിയായ ക്രൈഗിനെ ചെന്ന് കണ്ടു. ക്രൈഗിനെടുക്കൽ തനിക്ക് വേണ്ടി ബഡ്ഡിയോട് ഏറ്റുമുട്ടാമോ, തന്നെ ഒന്ന് രക്ഷിക്കാമോ എന്ന് ചോദിച്ചു. $450 കൊടുക്കാം എന്നും പറഞ്ഞു. ക്രൈഗ് പണം കിട്ടുമെന്ന് കണ്ടപ്പോ അതിനോക്കെ പറയുകയാണ്. ജെറി പിന്നാലെ നേരെ പോയത് അവൻ ജോലി ചെയ്യുന്ന സ്കൂൾ സ്റ്റോറിലേക്കായിരുന്നു. ക്യാഷ് രജിസ്റ്റർ തുറക്കാൻ അവനൊരു ശ്രമം നടത്തി. പക്ഷെ അതാണെങ്കിൽ തുറക്കുന്നുമില്ല. ഒടുവിലൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് അതടിച്ചു തുറക്കാൻ അവൻ നോക്കിയപ്പോ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഓപ്പൺ ആയി. അതോടെ അവിടം മുഴുവൻ ആകെ കുളമായി മാറി. ഒരു തരത്തിൽ ആ രജിസ്റ്റർ തുറന്ന് അതിൽ നിന്ന് പണമെടുത്ത് അവൻ കൊണ്ടുപോയി ക്രൈഗിന് കൊടുത്തു. പണം വാങ്ങിയ ക്രൈഗ് ലഞ്ച് ബ്രേക്കിൽ അവനെ കൈകാര്യം ചെയ്തോളാം എന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. ഇതിനിടയിൽ സ്കൂളിലെ ഫയർ അലാം ഫേക്കാണ് എന്ന് മനസ്സിലാക്കി കുട്ടികളോട് ക്ലാസ്സിലേക്ക് മടങ്ങാൻ ഡീൻ ഉത്തരവിട്ടു. ഈ സമയം സ്കൂൾ സ്റ്റോർ നടത്തുന്ന മിസ്റ്റർ റൈസ് എന്ന അധ്യാപകനുമായി ജെറി അങ്ങോട്ടേക്ക് എത്തി. സ്റ്റോറാണെങ്കിൽ പണപ്പെട്ടി തുറക്കാനുള്ള ജെറിയുടെ ശ്രമത്തിൽ ആകെ അലങ്കോലമായി കിടക്കുകയാണല്ലോ. മിസ്റ്റർ റൈസ് അത് കണ്ടാകെ ഞെട്ടിപ്പോയിരുന്നു. നേരത്തെ ഒരു ഫയർ ഇൻസിഡന്റും അലാമും ഒക്കെ സംഭവിച്ചല്ലോ, അങ്ങനെ വല്ലതും കൊണ്ട് പറ്റിയതായിരിക്കും എന്ന മട്ടിലൊക്കെ ജെറി പറയാൻ ശ്രമിച്ചെങ്കിലും ആരൊക്കെയോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ആരാണത് പ്രവർത്തിച്ചതെങ്കിലും അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കേണ്ടി വരും എന്ന മട്ടിലുമായിരുന്നു മിസ്റ്റർ റൈസ് പറഞ്ഞത്. അങ്ങനെ ലഞ്ച് ടൈമായി. കുട്ടികളൊക്കെ കഫറ്റീരിയയിലേക്ക് പോയ സമയത്ത് ബഡ്ഡി ലൈബ്രറിയിലേക്ക് പോയിരുന്നു. ബഡ്ഡിക്ക് പിന്നാലെ ക്രൈഗ് പോയി. ക്രൈഗിനെ പിന്തുടർന്ന് വിൻസെന്റും ജെറിയും ലൈബ്രറിയുടെ ഒരു ഭാഗത്ത് മറഞ്ഞു നിന്നു. ക്രൈഗ് ബഡ്ഡിയുടെ അടുത്തെത്തി ജെറിയെ വിട്ടേക്കാനും അവന് പിന്നാലെ പോവരുതെന്നും പറഞ്ഞ് ബഡ്ഡി ഒന്ന് ഭീഷണിപ്പെടുത്തി. ഭീഷണിക്കിടയിൽ
തന്റെ വിരലുകൊണ്ട് അവന്റെ ദേഹത്ത് അവനൊന്ന് കുത്തുകയും ചെയ്തു. പിന്നെ പറയണ്ടല്ലോ, ബഡ്ഡി ക്രൈഗിനെ എടുത്തിട്ടടിച്ചു. ക്രൈഗ് നേരെ ഷെൽഫിൽ ചെന്ന് വീണതും തുടർച്ചയായി ഷെൽഫുകൾ മറിഞ്ഞു വീണു. മറിഞ്ഞു നിൽക്കുകയായിരുന്നു ജെറിയും. വിൻസെന്റും ബഡ്ഡിക്ക് മുമ്പിൽ വെളിപ്പെട്ടു. ക്രൈഗ് വേദന കൊണ്ട് പൊളയുമ്പോ ബഡ്ഡി അവരെ നോക്കി മിണ്ടിപ്പോവരുതെന്നുള്ള ആംഗ്യം കാട്ടി. ജെറിക്കാണെങ്കിൽ അതുകൂടിയായപ്പോ ആകെ ഛർദ്ദിക്കാൻ വന്നിരുന്നു. അവൻ ബാത്റൂമിൽ പോയി ഛർദ്ദിച്ചു. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് വിൻസെന്റ് കടന്നു വരുന്നത്. തന്നെ കൊണ്ടൊന്നും പറ്റാത്തതിനാലും ജെറിയുടെ കാര്യമോർത്ത സഹതാപം തോന്നിയിട്ടും ക്രൈഗ് അവൻ മേടിച്ച $450 തിരികെ കൊടുത്തത്രേ. അതിൽ $100 വിൻസെന്റ് കയ്യിൽ വെച്ചിട്ട് ബാക്കി ജെറിക്ക് കൊടുക്കുകയാണ്. ആ $100 താൻ കടന്നുപോയ പ്രശ്നങ്ങൾക്ക് തനിക്ക് വേണം എന്ന് വിൻസെന്റ് പറഞ്ഞു. ജെറിക്ക് ദേഷ്യം വന്നു. അതിന്റെ പേരിൽ അവർ തമ്മിലൊരു വാക്കുതർക്കമുണ്ടായി. ഒടുവിൽ പണം വലിച്ചെറിഞ്ഞ് വിൻസെന്റ് അവിടെ നിന്ന് പോയി. തന്റെ സഹോദരന്റെ അവസ്ഥ സഹോദരി ബ്രേ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ബ്രേ സഹോദരൻ അടുക്കൽ ചെന്ന് സംസാരിച്ചു. ആകെ ഒരു വഴിയേ ഉള്ളൂ, ചേട്ടൻ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്ക്, അപ്പോ ചേട്ടന് ശിക്ഷ വിധിക്കും. ക്ലാസ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ വീട്ടിലേക്ക് വിടുകയോ ചെയ്യും. അത് കുഴപ്പമില്ലല്ലോ എന്ന് ജെറിക്ക് തോന്നി. അടുത്ത ക്ലാസ്സിൽ ജെറി കയറിയിരുന്ന് മാച്ചോവായി പ്രശ്നങ്ങളുണ്ടാക്കാൻ ആരംഭിച്ചു. റിസ്കി ആയിട്ടുള്ള തമാശകൾ പറഞ്ഞ് സിഗരറ്റൊക്കെ കത്തിച്ച് ആളവിടെ ഒരു സീൻ തന്നെ ഉണ്ടാക്കി. ടീച്ചർ മിസ് ഫാർമറും അവിടെ ഉണ്ടായിരുന്നു. ടീച്ചർ അവനോട് സംസാരിച്ചപ്പോൾ ടീച്ചറോടും അവനങ്ങ് കയറി ഫ്ലേറ്റ് ചെയ്തു. അത്ഭുതകരമെന്ന വണ്ണം അവന്റെ സംസാരവും മാച്ചോ പ്രവൃത്തികളുമൊക്കെ ടീച്ചർക്ക് നന്ദി അങ്ങ് പിടിച്ചു. അവനിൽ ടീച്ചർ ഇൻട്രസ്റ്റഡ് ആയി. കുട്ടികൾക്ക് മുമ്പിൽ വെച്ച് ഫാർമറും ജെറിയും തമ്മിൽ ചെറിയൊരു കിസ് പോലും ഉണ്ടായി. കിസ്സിന് പിന്നാലെ ജെറി ബോധം കിട്ടി താഴെ വീണു. കണ്ണു തുറക്കുമ്പോ അവൻ നഴ്സിംഗ് റൂമിലായിരുന്നു. തനിക്കെതിരെ കംപ്ലൈന്റ് വന്നിട്ടുണ്ടാകും, താനിപ്പോ ഡിറ്റൻഷനിലായിരിക്കും എന്നൊക്കെ ജെറി കരുതിയെങ്കിലും ടീച്ചറോ കുട്ടികളോ ആരും അവനെതിരെ പരാതി കൊടുത്തിട്ടില്ല എന്നവൻ അതിശയത്തോടെ അറിഞ്ഞു. പോരാത്തതിന് അവന്റെ അധ്യാപിക മിസ് ഫാർമർ അവരുടെ വീട്ടഡ്രസ് ജെറിക്ക് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തേൽപ്പിച്ചിട്ടുമുണ്ടത്രേ. ജെറി അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ക്ലാസ്സിൽ അവൻ നടത്തിയ ഷോയൊക്കെ അവനിഷ്ടം തോന്നിയ കാരനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരൻ അവനോട് വന്ന് സംസാരിച്ചു. പിന്നാലെ തന്റെ കയ്യിലുള്ള പണം സ്റ്റോറിൽ കൊണ്ടുപോയി വെക്കാനായി ജെറി പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് കൂട്ടുകാരി ഫാനിയുടെ അടുത്ത് കയറി. ഫ്രാനിക്ക് ജ്യോതിഷത്തിലൊക്കെ വിശ്വാസമുണ്ട്. തന്നെ ചുംബിച്ചാൽ അവന്റെ പ്രശ്നങ്ങൾ തീരുമെന്നൊക്കെ ഫ്രാനി പറഞ്ഞപ്പോ ജെറി മനസ്സില്ലാ മനസ്സോടെ അതിന് തയ്യാറായി. പിന്നാലെ ജെറി വന്ന് സ്റ്റോറിൽ പൈസ വെച്ചു. അവിടെ നിന്ന് അവൻ ഇറങ്ങാൻ നോക്കുമ്പോ അങ്ങോട്ടേക്ക് സ്റ്റോർ ഉടമ മിസ്റ്റർ റൈസും അവിടുത്തെ പോലീസ് ലഫ്റ്റനന്റ് മുൽവും എത്തിയിരുന്നു. മുൽവ് പറഞ്ഞു, സാധാരണ ഈ സ്റ്റോറിലെ മോഷണങ്ങളൊക്കെ പൊതുവെ നടത്താറുള്ളത് സ്റ്റോറിലെ പണിക്കാർ തന്നെയാണ്. ജെറിയാണെങ്കിൽ ഒന്ന് ഭയപ്പെട്ടിരുന്നു. എന്തായാലും അതിൽ നിന്നൊക്കെ തൽക്കാലം ജെറി ഊരിപ്പോന്നു. കുറച്ചു കഴിഞ്ഞ് ജെറിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അവൻ എക്സാം എഴുതാനിരുന്നു. ആ സമയത്ത് അവന്റെ തൊട്ടടുത്ത ബെഞ്ചിൽ ഇരുന്നിരുന്നത് ബഡ്ഡിയായിരുന്നു. ബഡ്ഡി അവനെ നോക്കിയൊന്ന് വിരട്ടി കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ജെറി ഭയന്ന് ഉത്തരങ്ങൾ അവന് കാണിച്ചു കൊടുത്തു. പക്ഷെ ഒരു ടീച്ചർ വന്ന് അവരെ കൈയോടെ പിടികൂടി. പിന്നാലെ പ്രിൻസിപ്പൽ ഓഫീസിലെത്തി. ബഡ്ഡി പ്രശ്നത്തിലായാൽ തന്റെ കാര്യം കൂടുതൽ കഷ്ടത്തിലാകും എന്ന് ജെറി ഭയപ്പെട്ടിരുന്നു. ജെറി പ്രിൻസിപ്പലിനോട് താനാണ് ബഡ്ഡിയുടെ നോക്കി കോപ്പിയടിച്ചതെന്ന് പറഞ്ഞു. പ്രിൻസിപ്പൽ അതോടെ ബഡ്ഡിയോട് ഒരു പണി ചെയ്യ്, ക്വസ്റ്റ്യന്റെ ഉത്തരം നീ ബോർഡിൽ എഴുതി കാണിക്കുകയെന്ന് പറയുകയാണ്. ജെറി ഒന്ന് വിറച്ചിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ ബഡ്ഡിക്ക് അതിന്റെ ഉത്തരമറിയാമായിരുന്നു. അവൻ നന്നായി ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. അതോടെ ജെറി പറഞ്ഞ കഥ സത്യമായി. ജെറിയുടെ റെപ്യൂട്ടേഷൻ ഒന്നുകൂടി താറുമാറായി. കോപ്പിയടിക്കുന്നവനായി ജെറി വിലയിരുത്തപ്പെട്ടു. എന്തായാലും പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ ജെറി പോയി ബഡ്ഡിയോട് വീണ്ടും സംസാരിച്ചു. തന്റെ അവസ്ഥയൊക്കെ പറഞ്ഞ് അവന് $350 തരാം, തന്നെ ഒന്ന് വെറുതെ വിടണം എന്നൊക്കെ അവൻ അപേക്ഷിച്ചു. ഒടുവിൽ പണം വാങ്ങി അവനെ വെറുതെ വിടാൻ ബഡ്ഡി തയ്യാറായി. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പേടിച്ചു തൂറി നീയാണടാ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവനെ അപമാനിച്ച് പണവും വാങ്ങി ബഡ്ഡി പോയത്. ജെറിക്ക് ഒരു പരിധിക്കപ്പുറം അത് സഹിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ ആ അപമാനം സഹിക്കാൻ പറ്റാതെ ധൈര്യം സംഭരിച്ച് ബഡ്ഡിക്കടുത്തെത്തി അവൻ തന്റെ പണം തിരികെ ചോദിച്ചു. ബഡ്ഡി പറ്റില്ലെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഗ്രൗണ്ടിൽ വെച്ച് ഫൈറ്റിന് കാണാം എന്ന മട്ടിൽ അവൻ വെല്ലുവിളിച്ചു. അങ്ങനെ ഒടുവിൽ 3 മണിയായി. പാർക്കിംഗ് ലോട്ടിൽ ഫൈറ്റിനായി ജെറി എത്തിച്ചേർന്നു. പിന്നാലെ ബഡ്ഡിയും വന്നു. കുട്ടികളൊക്കെ ആ കാഴ്ച കാണാൻ അവിടെയൊക്കെ തടിച്ചുകൂടിയിരുന്നു. പക്ഷേ ഫൈറ്റ് ആരംഭിക്കുന്നതിന് മുമ്പേ പ്രിൻസിപ്പൽ അങ്ങോട്ടേക്ക് എത്തി. പ്രശ്നങ്ങൾ പറഞ്ഞൊതുക്കാൻ ബഡ്ഡിയുടെ ദേഹത്ത് പ്രിൻസിപ്പൽ കൈവച്ചു. ബഡ്ഡി ഒട്ടും മടിച്ചില്ല. ഒരൊറ്റയിടി. പ്രിൻസിപ്പൽ ബോധം കെട്ട പോലെ താഴെ വീണു. പിന്നെ പറയണ്ടല്ലോ, ഫൈറ്റ് ആരംഭിക്കുകയായിരുന്നു. ജെറിയെ ബഡ്ഡി ഇടിക്കാൻ ആരംഭിച്ചു. ഇതിനിടയിൽ ഫ്രാനി വന്നെങ്കിലും ഫ്രാനിയെ ബഡ്ഡി വലിച്ചെറിഞ്ഞു. ദേഷ്യം വന്ന് ജെറി എഴുന്നേറ്റ് ബഡ്ഡിയെ ഇടിക്കാൻ ചെന്നെങ്കിലും ഒഴിഞ്ഞു മാറിയ ബഡ്ഡി ജെറിയുടെ നെഞ്ചും കൂടിനിട്ടൊന്നു കൊടുത്തു. പിന്നാലെ ബഡ്ഡി അടുത്തേക്ക് വന്നപ്പോ ബഡ്ഡിയുടെ കാലിനിട്ട് ചവിട്ടി ജെറി അവനെ താഴെ വീഴ്ത്തി. പിന്നെ അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ തന്നെ നടന്നു. ഇതിനിടയിൽ പ്രശ്നം കണ്ട് സ്കൂൾ സെക്യൂരിറ്റി ഡ്യൂക്കും ഡീനും കടന്നു വന്നു. ഡ്യൂക്ക് ബഡ്ഡിയുടെ ദേഹത്ത് തൊട്ടതും ഡ്യൂക്കിനെ അവൻ ഇടിച്ചു തെറിപ്പിച്ചു.
അത് കണ്ടതും ഡീൻ ഭയന്ന് പിന്മാറി. പിന്നെ അങ്ങോട്ടേക്ക് ജെറിയെ സപ്പോർട്ട് ചെയ്ത് അവന്റെ സിസ്റ്ററും കുട്ടികളും കൈയടിക്കാനും ആർപ്പ് വിളിക്കാനും ആരംഭിച്ചു. അതോടെ ജെറി ധൈര്യം സംഭരിച്ച് ബഡ്ഡിയോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ശക്തമായ പഞ്ചിൽ ബഡ്ഡിയുടെ മൂക്കിൽ നിന്ന് ചോര വീണു. പിന്നെ പറയണ്ടല്ലോ, ബഡ്ഡിയും തിരികെ ജെറിയെ അപ്രകാരം ഇടിച്ച് മൂക്കിൽ നിന്ന് ചോര വരുത്തി. പിന്നെ അവൻ തന്റെ ആയുധം പുറത്തെടുത്തു. അതൊരു ബ്രാസ് നെക്കിൾസ് ആയിരുന്നു. അത് വെച്ചിടിച്ചാൽ ജെറിയുടെ കാര്യം തീരുന്നതാണ്. അതുമായി അവൻ ജെറിക്ക് നേരെ നടന്നെടുക്കുമ്പോൾ വിൻസെന്റ് അവന്റെ ദേഹത്തേക്ക് ചാടി വീണു. അതോടെ ബ്രാസ് നെക്കിൾസ് താഴെ വീണു. കിട്ടിയ അവസരത്തിൽ ജെറിയുടെ സഹോദരി അതെടുത്ത് ജെറിയുടെ കയ്യിൽ കൊടുത്തു. അത് വെച്ച് ആക്രമിച്ചോളാൻ പറഞ്ഞു. ബോധം തെളിഞ്ഞ പ്രിൻസിപ്പളും അവനെ കൈകാര്യം ചെയ്തേക്കെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ജെറി ധൈര്യത്തോടെ എഴുന്നേറ്റു. ബഡ്ഡി ഇടിക്കാൻ വന്നപ്പോ അവനൊന്ന് ഒഴിഞ്ഞു മാറി. പിന്നാലെ ആ ബ്രാസ് നെക്കിൾസ് വെച്ച് ബഡ്ഡിക്കിട്ട് നല്ലൊരു പഞ്ച് കൊടുത്തു. അത് കിട്ടിയതും നോക്കൌട്ട് ചെയ്തവൻ താഴെ വീഴുകയാണ്. കുട്ടികളൊക്കെ ജെറിക്ക് വേണ്ടി ആർപ്പ് വിളിച്ച് ജെറിയുടെ വട്ടം കൂടി. ഫ്രാനിയാണെങ്കിൽ ജെറിയെ വന്ന് ചുംബിക്കുകയും ചെയ്തു. അപ്പോഴേക്കും പോലീസും എത്തിയിരുന്നു. പണം മോഷ്ടിച്ചതിന് ജെറിയെ പിടികൂടാനായിരുന്നു അവർ വന്നത്. പക്ഷേ പ്രിൻസിപ്പൽ ഇടപെട്ടു. അതൊക്കെ നാളത്തേക്ക് മാറ്റിയാൽ മതി, നാളെ ചോദ്യം ചെയ്യലൊക്കെ മതി എന്ന മട്ടിൽ പ്രിൻസിപ്പൽ പറഞ്ഞു. എന്തായാലും പ്രിൻസിപ്പലിന്റെ ഗ്യാരണ്ടിയിൽ ആ പ്രശ്നങ്ങൾ ഒഴിവായി. വീണ്ടും അവൻ സ്റ്റോറിൽ ജോലിക്ക് കയറി. കാര്യങ്ങളൊക്കെ കൂട്ടുകാരോട് സംസാരിച്ചു നിൽക്കെ സ്കൂൾ കുട്ടികൾ സാധനങ്ങൾ വാങ്ങാൻ ജെറിയെ കാണുവാൻ സ്കൂൾ സ്റ്റോറിലേക്ക് ഇരച്ചെത്താൻ തുടങ്ങി. അന്നത്തെ കച്ചവടത്തിൽ നിന്ന് മാത്രമായി നഷ്ടപ്പെട്ട പണവും കുറച്ചധികം ലാഭവും ഉണ്ടാക്കാൻ ജെറിക്ക് സാധിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് ബഡ്ഡി അങ്ങോട്ടേക്ക് കയറി വന്നു. അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം അവന് തന്നെ തിരികെ കൊടുത്ത് അവനെ നോക്കി അവനെ അംഗീകരിക്കുന്ന രീതിയിൽ ചെറുതായൊന്ന് പുഞ്ചിരിച്ച് ബഡ്ഡി അവിടെ നിന്ന് പോയി. ജെറിക്കത് കണ്ട് തെല്ല അതിശയം തോന്നിയിരുന്നു. പക്ഷേ ജെറിയുടെ പ്രശ്നങ്ങൾ അവിടെ ഒന്നും തീരുന്നുണ്ടായിരുന്നില്ല, തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നിലവിലിപ്പോൾ ജെറിയെ പ്രതീക്ഷിച്ച് 3 കാമുകിമാരുണ്ട്. ഒരാൾ ഫ്രാനിയാണ്, ഒരാളാകട്ടെ ജെറിക്ക് കൂടി ഇഷ്ടമുള്ള കാരൻ, മറ്റൊരാൾ അധ്യാപിക ഫാർമർ. ജെറിയുടെ പ്രശ്നജീവിതം മുമ്പോട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.